എല്ലാ വിലാപങ്ങളും എല്ലാ ദുഃഖങ്ങളും എല്ലാ കഷ്ടങ്ങളും തീരുന്ന ഒരു ദിവസമാണ് ക്രിസ്തു വരുന്ന ദിവസം. ഏറ്റവും സന്തോഷത്തോടെ പ്രത്യാശയോടുകൂടെ കാത്തിരിക്കേണ്ട ദിവസമാണ്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. വിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുവാനായിട്ട്. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്താവിഷയത്തിനായി യെശയ്യാവ് 27-13 വാക്യം ആഗ്രഹിക്കുകയാണ്. അന്നാളിൽ മഹാകാഹളമൂതും, അശൂർ ദേശത്ത് നഷ്ടരായവരും മിസ്രയീം ദേശത്ത് ഭ്രഷ്ടരായവരും വന്ന് യെരൂശലേമിലെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവയെ നമസ്കരിക്കും. ഈ ഒരു വാക്യം വായിച്ചപ്പോൾ കർത്താവ് എന്നെ ഓർമ്മപ്പെടുത്തിയ അല്ലെങ്കിൽ എന്നോട് സംസാരിച്ച കാര്യം ക്രിസ്തുവിൻ്റെ വരവെന്നുള്ളതാണ്. ഇന്ന് നമ്മൾ നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളാൽ ബിസിയാണ്. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന കാര്യമാണ് ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക എന്നുള്ള കാര്യം. നമ്മൾ വചനത്തിൽ കാണാൻ കഴിയും, യേശു ക്രിസ്തു കള്ളൻ വരുന്നത് പോലെ വരും. അതിനർത്ഥം നമ്മൾ ഏത് സമയവും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി വിശ്വസ്തയോടെ ആ കൂട്ടായ്മയിൽ ജീവിക്കണമെന്നുള്ള കാര്യമാണ്. നമുക്ക് കാണാൻ കഴിയും, യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് മത്തായി 24 പറയുന്നുണ്ട്, ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ് ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. മഹാശക്തിയോടുകൂടെ തേജസ്സോടുകൂടെ ആ ഒരു ദിവസമുണ്ട്. അന്ന് അവരവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെ 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും. എവിടെയൊക്കെ ചിതറി ആയിരിക്കുന്നു അവിടെ നിന്നെല്ലാം ദൈവത്തിന് വൃതന്മാരെ ദൈവം തിരഞ്ഞെടുത്തവരെ അന്ന് കൂട്ടിച്ചേർക്കും. അതുതന്നെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഈ യെശയ്യാവ് 27 അധ്യായത്തിലെ 12 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഇസ്രായേൽ മക്കളെ നിങ്ങൾ ഓരോന്നായി പെറുക്കി എടുക്കും. പലയിടത്തുനിന്ന് കൊയ്ത്തെന്നുള്ള കാര്യം നമ്മൾ വെളിപ്പാടിലും കാണാൻ കഴിയുന്നുണ്ട്. യേശുക്രിസ്തു ശിഷ്യന്മാരോടും പറഞ്ഞ കാര്യമാണ്, ക്രിസ്തു വരും, ഒരു ദിവസം വരും, അതിൻ്റെ അടയാളങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് ആകാശത്തിലെ മേഘങ്ങളുമേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടി വരുന്നത് കാണും, കാഹളം ധ്വനിക്കുമെന്നുള്ള. അതേ തന്നെ പൗലോസ് 1 കൊരിന്ത്യർ 15 പറയുന്നുണ്ട്, കാഹളനാദത്തെങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. നമ്മുടെ ഈ ശരീരങ്ങൾ പലപ്പോഴും കഷ്ടതകൾ കൂടി പ്രയാസങ്ങൾ കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് പറയാനൊരു ഉറപ്പുണ്ട്, ക്രിസ്തു വന്നു കഴിയുമ്പോൾ ആ നിത്യതയിലേക്ക് നമ്മളെ ചേർക്കുമ്പോൾ കണ്ണുനീരില്ല, വിലാപമില്ല, വിശപ്പില്ല, സങ്കടമില്ല, ദുഃഖമില്ലാത്തൊരു നാടാണ് അവിടെ. അപ്പോൾ നമ്മുടെ ഒരു പ്രത്യാശ, നമ്മൾ ജീവിക്കുന്നതിൻ്റെ നമ്മുടെ ഏറ്റവും വലിയൊരു ഗോളെന്ന് പറയുന്നത് തന്നെ ആ നിത്യജീവിതമാണ്. ക്രിസ്തുവിൻ്റെ വരവ്, ആ കാഹളധ്വനിക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോ നിമിഷവും നമ്മൾ കേൾക്കേണ്ടത്, നമ്മൾ കാത്തിരിക്കേണ്ടത്, ഒരുങ്ങിയിരിക്കേണ്ടത്. പല പ്രയാസങ്ങൾ, പല പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ തളർന്നു പോകുന്ന സമയങ്ങളുണ്ടാകും. അപ്പോഴൊക്കെ കർത്താവ് തക്ക സമയത്ത് തന്നെ നമ്മൾ വിടുവിക്കുന്ന അവസരങ്ങൾ വളരെയുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, എത്ര പ്രയാസങ്ങൾ വന്നാലും കർത്താവ് വിടുതൽ തരും. എന്നാൽ ഇതെല്ലാം മാറുന്ന, എല്ലാ വിലാപങ്ങളും എല്ലാ ദുഃഖങ്ങളും എല്ലാ കഷ്ടങ്ങളും തീരുന്ന ഒരു ദിവസമാണ് ക്രിസ്തു വരുന്ന ദിവസം. ഏറ്റവും സന്തോഷത്തോടെ പ്രത്യാശയോടുകൂടെ കാത്തിരിക്കേണ്ട ദിവസമാണ്. ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് ഈ വാക്യം വായിക്കുന്നതിലൂടെ നിങ്ങളോടും ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത്. അന്ന് മരണത്തിൻ്റെ ജയം അവിടെ തകരുകയാണ്, മരണം കീഴടക്കുകയാണ്. ജന്മനാ പാപികളായിരുന്നു നമ്മളെ ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത് ക്രിസ്തുവിലൂടെ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ നമുക്ക് ലഭിക്കുന്നു. സ്വാഭാവിക മരണമുണ്ടെങ്കിൽ പോലും ആത്മാവിന് ഒരിക്കലും മരണമുണ്ടാകില്ല. ക്രിസ്തു വരുന്ന ആ ദിവസം നമ്മുടെ ആത്മാവൂടെ സ്വർഗത്തിലോട്ട്, നമ്മുടെ ഭവനമാകുന്ന നിത്യതയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. വെളിപ്പാട് 7 അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, രാപ്പകൽ നമ്മൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ മുമ്പിലിരുന്ന് അവനെ ആരാധിക്കും. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, വെയിലും യാതൊരു ചൂടും തട്ടുകയുമില്ല. നമ്മളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്ന ആ ഒരു നിത്യജീവിതം നമുക്കുണ്ട് പ്രിയരെ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തളർന്നു പോകരുത്. ക്രിസ്തുവിൽ വിശ്വസിക്കുക. ക്രിസ്തുവാണ് നമ്മുടെ രക്ഷിതാവ്. അവൻ നമുക്ക് വേണ്ടി മരിച്ചു. അവനിൽ വിശ്വസിക്കുമ്പോൾ നാം ഈ രക്ഷയിലേക്ക് കടന്നു വരികയാണ്. നമുക്ക് ആ നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. കർത്താവിൻ്റെ വരവിന് വേണ്ടി, ആ കാഹളധ്വനിക്ക് വേണ്ടി കാത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ